നമ്മുടെ ദേശീയ മാധ്യമങ്ങളെന്ന് വിളിക്കുന്ന മാധ്യമങ്ങൾ, ഇപ്പം ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഇതേ സംബന്ധിച്ച് NDTVയുടെ വെബ്സൈറ്റിലുള്ള ഒരു വാർത്ത വായിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ കണ്ടു: വിഷ്വൽസ് ഫ്രം ദ പ്രൊട്ടസ്റ്റ് സൈറ്റ് ഔട്ട്സൈഡ് ദ പാർലമെൻറ്റ് ബിൽഡിംഗ് ഷോഡ് എ സ്മോൾ ആർമി ഓഫ് പൊളിറ്റീഷ്യൻസ് ആൻഡ് പാർട്ടി വർക്കേഴ്സ്, മെനി വേവിംഗ് പ്ലക്കാർഡ്സ്, ഷൗട്ടിംഗ് സ്ലോഗൻസ് ആൻഡ് പുഷിംഗ് ബാക്ക് അഗൈൻസ്റ്റ് പോലീസ് ബാരിക്കേഡ്സ്. 300 MP. ഞാൻ വീണ്ടും സംശയത്തോടെ വീണ്ടും വായിച്ചു. പക്ഷേ സ്മോൾ ആർമി ഓഫ് പൊളിറ്റീഷ്യൻസ് ആൻഡ് പാർട്ടി വർക്കേഴ്സിനാണ് അവർ വിഷ്വൽസ് ഫ്രം ദ പ്രൊട്ടസ്റ്റ് സൈറ്റ് ഔട്ട്സൈഡ് ദ പാർലമെൻറ്റ് ബിൽഡിംഗ്. അവർ പുറത്തേക്ക് നോക്കുമ്പോൾ, മാധ്യമങ്ങൾ പുറത്തേക്ക് നോക്കുമ്പോൾ ഒരു സ്മോൾ ആർമി ആൾക്കാരെയാണ് കാണുന്നത്. പക്ഷേ 300 MP എന്ന് വെച്ചാൽ ചില്ലറക്കാരാണോ? ഈ രാജ്യത്തെ അത്രമാത്രം പ്രദേശങ്ങളിലെ ആളുകളെ പ്രതിനിധാനം ചെയ്യുന്ന വലിയൊരു ആൾക്കൂട്ടത്തെയല്ലേ യഥാർത്ഥത്തിൽ കാണുന്നത്. മാധ്യമങ്ങൾ 300 പേരെ കണ്ടാൽ തന്നെ ആ സ്ഥലത്തൊരു വലിയ ആൾക്കൂട്ടമാണ്, സ്മോൾ ആർമി അല്ല. 300 ആളുകൾ MP-മാർ പ്രതിനിധാനം ചെയ്യുന്ന ജനക്കൂട്ടത്തെക്കുറിച്ച് ഓർത്താൽ ഈ രാജ്യത്തിൻ്റെ പകുതിയോളം വരില്ലേ അത്. ഈ ബാരിക്കേഡ് ചാടിക്കടക്കാൻ ശ്രമിച്ചവർ MP-മാരാണ്. അപ്പോൾ എന്നിട്ട് ഇതാണ് എഴുതി വെച്ചിരിക്കുന്നത്: ഇതിനിടയിൽ കൂടെ വേണം ഈ പറയുന്ന രാഷ്ട്രീയ പ്രശ്നത്തെ അവർക്ക് മുന്നിലേക്ക് വെക്കാൻ. ഇത് യഥാർത്ഥത്തിൽ ഞാൻ വിചാരിക്കുന്നത് BJP പ്രവർത്തകർ അടക്കമുള്ള ആളുകൾ വളരെ ഗൗരവത്തോടു കൂടി പിന്തുണക്കണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഗൗരവത്തോടു കൂടി കാണേണ്ടുന്നൊരു രാഷ്ട്രീയ സംഭവമാണ് ഡൽഹിയിലും പുറത്തുമായിട്ട് നടക്കുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു.